വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീനിധി പ്രദീപ്. നോക്കാം വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം സംബന്ധിച്ച് ചർച്ച നടത്തിയ യുഎഇയും അമേരിക്കയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദുമായി ഫോണിൽ സംസാരിച്ചു. സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത നടപടികളെ യുഎഇ വിദേശകാര്യമന്ത്രി പ്രശംസിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മുഹമ്മദ് റഹീസാണ് ചേരുന്നത്. റഹീസ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? വിവരങ്ങൾ എങ്ങനെ? ശ്രീദേവി, പ്രധാനമായും ഈ താൽക്കാലിക വെടിനിർത്തലിന് പിന്നാലെ മേഖലയിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളുടെ ടേക്ക് എന്താണ്, അവരുടെ ഒരു ഭാഗം എന്താണ്, അവർ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സംഘർഷ സമയത്തുടനീളം 2 ദിവസത്തിൽ ഒരു തവണയെങ്കിലും യുഎഇ പ്രസിഡന്റുമായി അമേരിക്കൻ പ്രസിഡന്റ് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അങ്ങനെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് യുഎഇയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു സംസാരം ഉണ്ടായിരിക്കുന്നത്. ഈ യുഎഇ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ യുഎഇ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സയ്യിദുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ദീർഘനേരത്തെ ഫോൺ സംഭാഷണത്തിൽ ഇരുവരും പ്രധാനമായും ചർച്ച ചെയ്തത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ നടപടികൾ ഇനി കൈക്കൊള്ളണം എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടാണ്. മാത്രമല്ല, ഈ ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി അത് ഏത് തരത്തിൽ മറികടക്കാൻ കഴിയും, ഒരു ഊർജ്ജ സുരക്ഷ കൊണ്ടുവരണം എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും ആവശ്യമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ അടക്കം ആവശ്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ ഏത് തരത്തിലാകും ഇടപെടൽ ഉണ്ടാക്കാൻ കഴിയുക, എങ്ങനെ അത്തരത്തിലൊന്ന് കൊണ്ടുവരും. മാത്രമല്ല, ഇന്നലെ ഇറാൻ മേഖലയ്ക്ക് എക്കാലവും വലിയൊരു ത്രെറ്റാണ്, ഭീഷണിയാണ് എന്ന് യുഎഇ പറഞ്ഞിരുന്നു. യുഎഇ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ആണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ ഇനി ഒരു തരത്തിലും തങ്ങൾക്കൊരു ഭീഷണിയായി മാറരുത് എന്നുള്ളൊരു ആവശ്യം ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയുമുണ്ട്, പ്രത്യേകിച്ച് യുഎഇക്കുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചർച്ച നടന്നിട്ടുണ്ട്. ഈ ചർച്ചയൊക്കെയും അടുത്ത ഇറാൻ അമേരിക്ക ചർച്ചയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ അവർ കൈക്കൊള്ളുന്ന നിലപാടുകളിലും നയങ്ങളിലും കരാറിലെ വ്യവസ്ഥകളിലുമൊക്കെ പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീനിധി, ശരി, എന്തായാലും ചർച്ചകളെല്ലാം പുരോഗമിക്കട്ടെ, എല്ലാവരുടെയും സമാധാനം പുലരട്ടെ എന്ന് പറയുന്നു. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെ വാഷിംഗ്ടണിൽ ഹോട്ടലിൽ വെടിവെയ്പ്. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിന്റെ ബാൾറൂമിന് പുറത്താണ് വെടിവെയ്പുണ്ടായത്. കാലിഫോർണിയയിൽ നിന്നുള്ള 39-കാരനാണ് അക്രമി. തന്നെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളെ കണ്ട ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വാഷിംഗ്ടണിലെ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്ന വൈറ്റ് ഹൌസ് പ്രസ് കറസ്പോണ്ടൻസ് അസോസിയേഷന്റെ വാർഷിക അത്താഴവിരുന്നിനിടെയാണ് സംഭവമുണ്ടായത്. വിരുന്ന് നടന്ന ഹോട്ടലിന്റെ ഹാളിൽ നിന്നും 45 മീറ്റർ അകലെയാണ് അക്രമി വെടിയുതിർത്തതെന്നും അക്രമിക്ക് ഹാളിനടുത്തെത്താനായില്ലെന്നും ട്രംപ് അരമണിക്കൂറിന് ശേഷം വൈറ്റ് ഹൌസ് പ്രസ് ബ്രീഫിംഗ് റൂമിൽ നടന്ന പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. കാലിഫോർണിയയിൽ നിന്നുള്ള 31-കാരനായ കോൾ തോമസ് അലനാണ് അക്രമിയെന്നാണ് FBI കണ്ടെത്തിയിരിക്കുന്നത്. അക്രമിയെ FBI അറസ്റ്റ് ചെയ്തു. തനിക്കെതിരെയുള്ള വധശ്രമമായിരുന്നുവെന്ന ചോദ്യത്തിന് ഇത്തരം അക്രമികൾ ഭ്രാന്തന്മാരാണെന്നും നമുക്കതറിയാനാവില്ലെന്നും അക്രമി തന്റെ അടുത്തുനിന്നും ഏറെ അകലെയായിരുന്നുവെന്നുമാണ് ട്രംപ് പ്രതികരിച്ചത്. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ വധശ്രമമുണ്ടാകാറുണ്ടെന്നും ട്രംപ് പറഞ്ഞു. They're going to his apartment. I guess he lives in California, and he's a sick person, a very sick person, and we don't want things like this to happen. I think it's very important that I say, though, and I told the representatives of the evening, they did such a beautiful job. It was such a beautiful evening. And again, they're talking about free speech in our Constitution. That's what it's all about, not just White House correspondence. It was really based on free speech in our Constitution. But I said very importantly that we'll do it again within the next 30 days, and we'll make it bigger and better and even nicer. അതിനിടെ അക്രമിയുടെ വെടിവയ്പിൽ ഒരു സീക്രട്ട് ഏജന്റിന് പരിക്കേറ്റിട്ടുണ്ടെന്നും ആശുപത്രിയിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വെടിവയ്പ്പിന് ശേഷവും അത്താഴവിരുന്നിൽ പങ്കെടുക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം ഹോട്ടലിൽ നിന്നും ട്രംപിനെ ഒഴിപ്പിക്കുകയായിരുന്നു. തോക്കുധാരി സുരക്ഷാ പരിശോധന മറികടന്നതെങ്ങനെയെന്നറിയില്ലെന്നും ട്രംപ് പറഞ്ഞു. സീക്രട്ട് സർവീസസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്നും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. 1981-ൽ ഇതേ ഹോട്ടലിൽ വെച്ചാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റീഗനെതിരെ വധശ്രമമുണ്ടായത്. റീഗന് വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24.
അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത അത്താഴ വിരുന്നിനിടെയുണ്ടായ വെടിവെപ്പിനെ അപലപിച്ച് UAE. ഇത്തരം കുറ്റകൃത്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നും അക്രമത്തെയും തീവ്രവാദത്തെയും UAE പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ട്രംപിനും കുടുംബത്തിനും അമേരിക്കൻ ജനതയ്ക്കും UAE ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് വാതിൽ തുറന്ന് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ഇറാന് അമേരിക്കയെ വിളിക്കാമെന്ന് ട്രംപ്. സംസാരിക്കണമെങ്കിൽ ഇറാന് നേരിട്ട് തന്നെ ഫോണിൽ വിളിക്കാം. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധികളെ മറികടന്ന് ചെങ്കടൽ തീരത്തെ യാംബു തുറമുഖം വഴി സൗദി അറേബ്യ എണ്ണ കയറ്റുമതി 5 ഇരട്ടി വർദ്ധിപ്പിച്ചു. പ്രതിദിനം 4 ദശലക്ഷം ബാരൽ എണ്ണയാണ് നിലവിൽ യാംബു വഴി ലോക വിപണിയിലെത്തുന്നത്. കിഴക്ക് പടിഞ്ഞാറ് പൈപ്പ് ലൈൻ ശേഷി പരമാവധി പ്രയോജനപ്പെടുത്തി ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ നിർണായക ബദലായി മാറിയിരിക്കുകയാണ് സൗദി അറേബ്യ. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടായ ഗതാഗത തടസ്സങ്ങളെ തുടർന്ന് തടസ്സപ്പെട്ടേക്കാവുന്ന എണ്ണ വിതരണം സുഗമമാക്കാൻ സൗദി അറേബ്യ സ്വീകരിച്ച തന്ത്രപ്രധാനമായ നീക്കങ്ങൾ വൻ വിജയമാകുന്നു. ഏപ്രിൽ മാസത്തിലെ ആദ്യ 3 ആഴ്ചത്തെ കണക്കുകൾ പ്രകാരം യാംബു തുറമുഖം വഴിയുള്ള എണ്ണ കയറ്റുമതിയിൽ 5 ഇരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിദിനം 4 ദശലക്ഷം ബാരൽ എണ്ണ ഈ തുറമുഖം വഴി ഇപ്പോൾ കയറ്റി അയക്കുന്നു. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയെയും പടിഞ്ഞാറൻ മേഖലയെയും ബന്ധിപ്പിക്കുന്ന 1200 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈസ്റ്റ് വെസ്റ്റ് പൈപ്പ് ലൈനാണ് ഈ മുന്നേറ്റത്തിന് കരുത്തേകുന്നത്. ഈ പൈപ്പ് ലൈൻ വഴി പ്രതിദിനം 7 ദശലക്ഷം ബാരൽ എണ്ണ വരെ പമ്പ് ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് അരാംകോ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ 5 ദശലക്ഷം ബാരൽ എണ്ണ കയറ്റുമതിക്കായി മാറ്റിവെക്കാനും ബാക്കി പ്രാദേശിക ശുദ്ധീകരണശാലകൾക്ക് നൽകാനും സാധിക്കും. യാംബു തുറമുഖത്തെത്തുന്ന എണ്ണ സൂയസ് കനാൽ വഴി യൂറോപ്പിലേക്കും ബാബൽ മന്ദബ് വഴി ഏഷ്യൻ വിപണിയിലേക്കും എത്തിക്കാൻ സാധിക്കും. നിലവിൽ പ്രതിദിനം 4.5 ദശലക്ഷം ബാരൽ എണ്ണ വരെ കയറ്റുമതി ചെയ്യാനുള്ള സൗകര്യം യാംബുവിലുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ ടാങ്കറുകൾ എത്തുന്നതോടെ കയറ്റുമതിയുടെ അളവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. 24 ജിദ്ദ. സൗദി അറേബ്യയുടെ സാമ്പത്തിക മേഖലയിൽ റെക്കോർഡ് വളർച്ച രേഖപ്പെടുത്തി പുതിയ റിപ്പോർട്ടുകൾ പുറത്ത്. 2025 രാജ്യം 4.5% സാമ്പത്തിക വളർച്ച കൈവരിച്ചതായും ഇതിൽ എണ്ണ ഇതര മേഖലകളാണ് നിർണായക പങ്ക് വഹിച്ചതെന്നും ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. വിഷൻ 2030 ഭാഗമായുള്ള പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിച്ചുകൊണ്ടാണ് 2025 വളർച്ചാ നിരക്ക് പുറത്തുവന്നിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വളർച്ചാ നിരക്കായ 4.5% രാജ്യം കൈവരിച്ചിരിക്കുന്നത്. എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന രീതിയിൽ നിന്ന് മാറി മറ്റു മേഖലകളിൽ നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ സൗദി വലിയ വിജയം നേടുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 55% ഇപ്പോൾ എണ്ണേതര മേഖലകളിൽ നിന്നാണ്. ടൂറിസം, വ്യവസായം, ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ വിപ്ലവകരമായ മുന്നേറ്റം ഇതിന് കരുത്തു പകർന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് എണ്ണേതര പ്രവർത്തനങ്ങളിൽ 4.9% വളർച്ചയാണുണ്ടായത്. സാമ്പത്തിക വളർച്ചയോടൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും വലിയ പുരോഗതി ദൃശ്യമാണ്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 7.2% താഴ്ന്നു. പണപ്പെരുപ്പം 2% സുരക്ഷിതമായി നിലനിർത്താൻ സാധിച്ചു. 2026 ഈ മുന്നേറ്റം തുടരുമെന്നാണ് പ്രതീക്ഷ. രാജ്യാന്തര ഏജൻസികൾ 3.1 മുതൽ 4.3% വരെ വളർച്ച പ്രതീക്ഷിക്കുമ്പോൾ ഇത് 5.6% വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് സൗദിയുടെ പ്രാദേശിക കണക്കുകൾ പറയുന്നത്. ആഗോള സാമ്പത്തിക പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സൗദി സമ്പദ് വ്യവസ്ഥയുടെ കരുത്താണ് ഈ കണക്കുകൾ അടിവരയിടുന്നത്. 24 ജിദ്ദ. വ്യാവസായിക മേഖലയ്ക്ക് കരുത്തു പകരുന്ന പ്രഖ്യാപനവുമായി UAE. 1 ബില്യൺ ദിർഹത്തിന്റെ പദ്ധതികൾ UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നേതൃത്വത്തിൽ നടക്കും. 5000 അവശ്യ ഉൽപ്പന്നങ്ങൾ പ്രാദേശികവൽക്കരിക്കാനും നീക്കമുണ്ട്. ഗൾഫ് മേഖലയിലെ സംഘർഷം വ്യാവസായിക മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. തിരിച്ചടികളിൽ നിന്ന് കരകയറാൻ നേരത്തെ തന്നെ UAE പല പദ്ധതികളും പ്രഖ്യാപിച്ചതാണ്. അതിന് പിന്നാലെ UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ പാക്കേജ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 1 ബില്യൺ ദിർഹത്തിന്റെ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രധാന ഉൽപ്പന്നങ്ങളുടെ പ്രാദേശികവൽക്കരണത്തെ പിന്തുണയ്ക്കുകയാണ് മുഖ്യമായി ലക്ഷ്യമിടുന്നത്. 5000 അവശ്യ ഉൽപ്പന്നങ്ങൾ പ്രാദേശികവൽക്കരിക്കാൻ നീക്കമുണ്ട്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. വിതരണ ശൃംഖല മെച്ചപ്പെടുത്തും.
വ്യാവസായിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളും പണിപ്പുരയിലാണ്. നാഷണൽ കണ്ടന്റ് പ്രോഗ്രാം എന്ന നിലയിലാണ് പദ്ധതികൾ നടപ്പിലാക്കുക. മെയ്ഡ് ഇൻ എമിറേറ്റ്സ് 2026 അടുത്ത മാസം അബുദാബിയിൽ നടക്കും. വിദേശ നിക്ഷേപകരുടെയും വ്യാവസായിക പ്രമുഖരുടെയും നീണ്ട നിര കോൺഫറൻസിലുണ്ടാകും. ആഗോള സാമ്പത്തിക വ്യാവസായിക കേന്ദ്രമെന്ന സ്ഥാനം ഉറപ്പിക്കുന്നതിൽ UAE ആത്മവിശ്വാസത്തോടെ നീങ്ങുകയാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം പറഞ്ഞു. 24 ദുബായ്. തിരികെ വാർത്തകളിലേക്ക്. വേൾഡ് മലയാളി ഫെഡറേഷൻ ജിദ്ദ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കായികമേള സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ മുസാഫിർ ഫ്ളാഗ് ഓഫ് ചെയ്ത മാർച്ച് പാസോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കമായത്. 2 ഗ്രൂപ്പുകളിലായി നടന്ന മത്സരങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി 20ഓളം ഇനങ്ങളാണ് അരങ്ങേറിയത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ 177 പോയിന്റുകൾ നേടി ബി ടീം ചാമ്പ്യന്മാരായി. 142 പോയിന്റ് നേടിയ എ ടീമിനാണ് 2ാം സ്ഥാനം. സജി കുര്യാക്കോസ്, വർഗീസ് ഡാനിയൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സൗദി അറേബ്യയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ടെക് പ്രൊമോഷനായ ബിഗ് ബാങ് നോൺ സ്റ്റോപ്പ് ഓഫറുകൾക്ക് തുടക്കമായി. റിയാദ് മുറബയിലെ അവന്യൂ മാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസൻ ഓഫറുകളുടെ ലോഗോ പ്രകാശനം ചെയ്തു. ഏപ്രിൽ 27 മുതൽ മെയ് 2 വരെ നീണ്ടു നിൽക്കുന്ന വമ്പിച്ച വിലക്കിഴിവാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, ടാബ്ലറ്റുകൾ എന്നിവയ്ക്ക് പുറമെ ടെലിവിഷൻ, ഹോം അപ്ലയൻസുകൾ തുടങ്ങിയ വിവിധ ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിൽ അവിശ്വസനീയമായ ഓഫറുകളും ലഭ്യമാണ്. ലോകോത്തര ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റവും ആകർഷകമായ വിലയിൽ സ്വന്തമാക്കാനുള്ള അവസരമാണ് ലുലു ഒരുക്കുന്നത്. ഇതിനു പുറമെ ടാബി, തമാര, ഫ്ലെക്സി തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി ലളിതമായ പേയ്മെന്റ് സൗകര്യങ്ങളും വിവിധ ബാങ്ക് കാർഡുകൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടുകളും ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിക്ക് പാമ്പുകടിയേറ്റു. പേരാമ്പ്ര കണ്ണിപ്പോയിൽ റോഡ് സ്വദേശി അഞ്ജലിക്കാണ് പാമ്പുകടിയേറ്റത്. പാമ്പിനെ വീടിന്റെ ബാത്റൂമിൽ കണ്ടെത്തി. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വർഷ ഗിരീഷാണ് ചേരുന്നത്. വർഷ, ഇപ്പോൾ യുവതിയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീനിധി, യുവതിയുടെ അപകടനില തരണം ചെയ്തു എന്നാണ് വീട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി 12:45 കൂടിയാണ് ഉറങ്ങുന്നതിനിടെ അഞ്ജലിക്ക് പാമ്പ് കടിയേറ്റത്. തുടർന്ന് അസ്വസ്ഥത ഉണ്ടാവുകയും ശേഷം നോക്കിയപ്പോഴാണ് ബാത്റൂമിൽ പാമ്പിനെ കണ്ടെത്തിയത്. ശംഖുവരിയൻ ഇനത്തിൽപ്പെട്ട പാമ്പാണ് യുവതിയെ കടിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ, പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ശേഷം ഇവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും യുവതി ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ശ്രീ വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇത്തരത്തിൽ പാമ്പുകടിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് 2 പേർക്ക് പാമ്പുകടിയേറ്റു. കിളിമാനൂർ തൊളിക്കുഴി സ്വദേശി സരിതയ്ക്ക് വീട്ടുമുറ്റത്തെ പൈപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനിടെയാണ് പാമ്പുകടിയേറ്റത്. യുവതിയെ ICUവിൽ പ്രവേശിപ്പിച്ചു. പൂജപ്പുരയിൽ വീട്ടമ്മയ്ക്ക് പാമ്പുകടിയേറ്റു. ചെങ്കല്ലൂർ സ്വദേശി സിന്ധുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്ത് 16-കാരിക്ക് പാമ്പുകടിയേറ്റു. മലപ്പുറം ഇൻഗൽ സിറ്റിക്ക് സമീപം താമസിക്കുന്ന ഷബാക്കാണ് പാമ്പുകടിയേറ്റത്. കുട്ടി താമസിക്കുന്ന ഫ്ളാറ്റിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. കണ്ണൂർ പട്ടുവത്ത് വയോധികയ്ക്ക് പാമ്പുകടിയേറ്റു. കാവുങ്കൽ സ്വദേശി നാരായണിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് വീടിന് സമീപത്ത് നിന്ന് ചകിരി ശേഖരിക്കുന്നതിനിടെയാണ് കടിയേറ്റത്. അതേസമയം കണ്ണൂർ കക്കാട് ഫ്ളാറ്റിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടറിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. റെസ്ക്യൂവർ എത്തിയാണ് പാമ്പിനെ പുറത്തെടുത്തത്. പാമ്പുകടിയേറ്റുള്ള മരണവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് മാത്രം പാമ്പുകടിയേറ്റ് 2 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ പട്ടം സ്വദേശി നഫീസ, ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷി എന്നിവരാണ് മരിച്ചത്. വിവിധയിടങ്ങളിൽ ഇന്നും ആളുകൾക്ക് പാമ്പുകടിയേറ്റു. കണ്ണൂർ പട്ടുവം മുതുകുട സ്വദേശി നഫീസയ്ക്ക് വെള്ളിയാഴ്ചയാണ് പാമ്പിന്റെ കടിയേറ്റത്. വെള്ളിക്കെട്ടനാണ് കടിച്ചത്. ആശുപത്രിയിലെത്തിച്ച ശേഷമാണ് പാമ്പ് കടിയേറ്റതെന്ന് മനസ്സിലായതെന്ന് അയൽവാസികൾ. വെള്ളിയാഴ്ച ഉച്ചക്കാണ് കടിയേറ്റത്. പക്ഷെ പാമ്പാന്നുള്ളത് ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവരുടെ മകളുടെ മകന് പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ല, ക്ഷീണാമെന്ന് എന്നിട്ട് അവിടെ കടന്നിട്ടുണ്ടായത്. അപ്പോൾ അപ്പാടൻ എൻ്റെ ഉമ്മ നാട്ടിലുണ്ടായിരുന്നില്ല, പുറത്ത് ജോലിക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ അവരെ വിളിച്ചു. അവർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി.
പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇടുക്കി കാഞ്ഞാർ സ്വദേശി വിശാലാക്ഷിക്ക് വീടിന് സമീപത്ത് വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ കഴിഞ്ഞ 8 ദിവസത്തിനുള്ളിൽ പാമ്പ് കടിയേറ്റ് മരിച്ചവർ 7 ആയി. എറണാകുളം ചെറായിയിലെ റിസോർട്ടിൽ താമസിക്കാനെത്തിയ കോയമ്പത്തൂർ സ്വദേശിയായ യുവതിക്ക് പാമ്പ് കടിയേറ്റു. യുവതി അപകടനില തരണം ചെയ്തു. തിരുവനന്തപുരം മൂങ്ങോട് 15-കാരിക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം രാമൻകുളങ്ങരയിൽ ഒരാളെ പാമ്പ് കടിച്ചു. വിഷമില്ലാത്ത ചുരട്ട ഇനത്തിൽപ്പെട്ട പാമ്പാണ് കടിച്ചത്. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ 51-കാരന് അണലിയുടെ കടിയേറ്റു. തിരുവല്ല കുറ്റപ്പുഴയിൽ ATM കൗണ്ടറിനുള്ളിൽ പാമ്പിനെ കണ്ടു. തൃശൂർ കോടാലിയിൽ പാമ്പ് കടിയേറ്റ 10 വയസ്സുകാരന്റെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അനോഷിന്റെ സഹോദരൻ ആൾജോ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. വാർത്തകളിലേക്ക്. കോഴിക്കോട് ഓടുന്ന KSRTC ബസ്സിൽ തലയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കണ്ണൂർ സ്വദേശി സുനിലാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ ചികിത്സയിലിരുന്ന ഗ്രേഡ് SI മരിച്ചു. പാലക്കാട് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഇന്ന് പുലർച്ചെ 1:30 കോഴിക്കോട് അപകടം നടന്നത്. കോട്ടയത്ത് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സിലെ യാത്രക്കാരനായ കണ്ണൂർ സ്വദേശി സുനിലാണ് മരിച്ചത്. എൻ്റെ മകൻ ആഷിൽ വലിയ കാറ് പോയി. അന്നേരം അവൻ സീറ്റിൽ ഇങ്ങനെ ഇരിക്കും പോലെ ഉണ്ടായിരുന്നു. ഇരുന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പെട്ടെന്ന് ഒച്ച കേട്ടപ്പോൾ സറഞ്ഞ് ചെയ്തപ്പോഴത്തേക്ക് അവൻ സീറ്റിൽ നിന്ന് വീണു. എന്ത് വണ്ടിയാണെന്ന് കണ്ടില്ല. ഒരു വണ്ടിയായിരുന്നു. രാത്രി 1 മണിയായിരുന്നല്ലോ. വണ്ടി എന്താണെന്ന് കണ്ടിട്ടില്ല. എന്തോ പുടക്കൊന്നൊരു ഒച്ച മാത്രമേ കേട്ടുള്ളൂ. പത്തനംതിട്ട പന്തളത്ത് കാറിൽ ലോറിയിടിച്ച് വനംവകുപ്പ് ജീവനക്കാരൻ മരിച്ചു. കുരമ്പാല സ്വദേശി ശ്രീകുമാറാണ് മരിച്ചത്. തിരുവനന്തപുരം ബാലരാമപുരത്ത് വാഹനാപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്ന വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI സെൽവരാജ് മരിച്ചു. പാലക്കാട് ആലത്തൂരിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ഒഡീഷ സ്വദേശി രമേശാണ് മരിച്ചത്. കോഴിക്കോട് നാദാപുരത്ത് ലോറിയും ജീപ്പും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കൂടത്തായ് പാലത്തിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. കോഴിക്കോട് പെരിങ്ങോളത്ത് ടെമ്പോ വാൻ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തു. മുക്കത്ത് കാർ നിയന്ത്രണം വിട്ട് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച അപകടമുണ്ടായി. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് ശമനമില്ലാതെ കൊടും ചൂട് തുടരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരും. പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലായി 4 പേർക്ക് സൂര്യാതപമേറ്റു. തിരുവനന്തപുരം പാറശാല റെയിൽവേ സ്റ്റേഷനു സമീപം മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സൂര്യാഘാതമേറ്റെന്നാണ് സംശയം. കൊടും ചൂടിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ഇന്നും നാളെയും പാലക്കാട് ജില്ലയിൽ 40ഉം കൊല്ലത്ത് 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും. വയനാടും ഇടുക്കിയും ഒഴികെ 12 ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പുണ്ട്. പാലക്കാട് ജില്ലയിൽ 3 പേർക്ക് സൂര്യാതപമേറ്റു. ലക്കിടി കൂട്ടുപാതയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ജയനും ഒറ്റപ്പാലം സ്വദേശി ജയശ്രീ, അട്ടപ്പാടി സ്വദേശി പളനിസ്വാമി എന്നിവർക്കാണ് സൂര്യാതപമേറ്റത്. പത്തനംതിട്ട ഇലന്തൂരിൽ വീട്ടമ്മയ്ക്കാണ് സൂര്യാതപമേറ്റത്. കഴിഞ്ഞ ദിവസം കണ്ണിന് താഴെയും മുഖത്തും പൊള്ളലേറ്റെങ്കിലും പിന്നീടാണ് സൂര്യാതപമെന്ന് മനസ്സിലായതെന്ന് വിലാസിനി അമ്മ പറഞ്ഞു. സംസ്ഥാനത്ത് വേനൽ മഴ തുടരുമെന്നാണ് പ്രവചനം. ബുധനാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യത. പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലർട്ടാണ്. കൊട്ടാരക്കര, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിൽ അൾട്രാ വയലറ്റ് സൂചിക 8-ലെത്തി. ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇവിടെ കൂടുതൽ സമയം സൂര്യപ്രകാശം ഏൽക്കരുതെന്നാണ് നിർദ്ദേശം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. ഇതോടെ ഗൾഫ് ടുഡേ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. നമസ്കാരം.